ഞാൻ ലളിത ഫിലിപ്പ്. വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ബ്രെഡ് ഉപയോഗിച്ച് ലസാനിയ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇന്ന് ലസാനിയ ഷീറ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ലസാനിയ ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഒരു അടിപൊളി ലസാനിയാണ്, എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ലസാനിയ ഷീറ്റാണിത്. ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ലസാനിയ ഷീറ്റ് കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വലിപ്പമുള്ള ഒരു വെസലിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഷീറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും വലിപ്പമുള്ള പാത്രമായിരിക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലസാനിയയുടെ ഷീറ്റ് ഇട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലസാനിയ ഷീറ്റ് കുക്കായി കഴിയുമ്പോൾ അത് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് മാറ്റി വെക്കാം. ലസാനിയ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ലസാനിയയ്ക്ക് ആവശ്യമായ വൈറ്റ് സോസും റെഡ് സോസും ഫില്ലിങ്ങും ഒക്കെ റെഡിയാക്കി വെക്കാം. ആദ്യം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് പാൻ ചൂടാകുമ്പോൾ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉരുകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ബട്ടറിൽ കിടന്നൊന്ന് മൂത്ത് പച്ചച്ചവ മാറുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കുറുക്കി വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. ജാതിക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ജാതിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഒറിഗാനോയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. കൈയെടുക്കാതെ ഇളക്കി കട്ടയില്ലാതെ നമുക്ക് വൈറ്റ് സോസ് കുറുക്കി എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റെഡ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 2 വലിയ ടൊമാറ്റോ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്രോസ് പോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് തൊലി വിട്ട് വരുന്നത് വരെ തിളപ്പിക്കാം. തിളപ്പിച്ച് എടുത്തുകൊണ്ട് വന്ന ടൊമാറ്റോ തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് കഷണമാക്കി നമുക്കൊരു മിക്സിയിലിട്ട് അടിച്ച് എടുത്തുകൊണ്ട് വരാം. ഇനിയും ലസാനിയയ്ക്കുള്ള റെഡ് സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ വെളുത്തുള്ളിയുടെ മണം നമുക്ക് പെട്ടെന്ന് ഇറങ്ങുന്നതിന് സഹായിക്കും. വെളുത്തുള്ളി മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റാം. സവാളയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മഷ്റൂമോ കോൺ വേവിച്ചതോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് ഒന്ന് വഴന്നതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ അടിച്ച് വെച്ചിരിക്കുന്നതും 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ റെഡ് സോസ് നമുക്ക് റെഡിയാക്കി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനിയും ലസാനിയയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് 3-4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ചൂടാകുന്ന മുട്ട അടിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കി ചെറിയ കഷ്ണമാക്കാതെ സ്വല്പം വലിയ കഷ്ണമായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനിയും ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം.
ഇനിയും ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ നമുക്ക് റെഡിയാക്കാം. അതിന് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റാം. വെളുത്തുള്ളി ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ മഷ്റൂം, കോണൊക്കെ ചേർത്ത് കൊടുക്കാവുന്ന. ഇതിലേക്ക് ഒരു ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് പിച്ചി കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഈ ഫില്ലിങ്ങിലേക്ക് ഒരു 1/2 ടൊമാറ്റോ ചെറിയ കഷ്ണമാക്കിയതും 1 ക്യാപ്സിക്കം, അത് ഏത് കളറായാലും കുഴപ്പമില്ല, യെല്ലോ, റെഡ് ഓർ ഗ്രീന് കട്ട് ചെയ്തതും ചേർത്ത് ഇളക്കി യോജിപ്പിക്കും. പല കളർ ചേർത്താൽ കളർഫുള്ളായിരിക്കും. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് ഫില്ലിങ് റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനി ലസാനിയ എങ്ങനെയാണ് ഡിഷിൽ അറേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് ഒരു ഗ്ലാസ് ഡിഷിനകത്ത് നമുക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. ഇനിയും അടിയിൽ റെഡ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. റെഡ് സോസിന് മുകളിലായിട്ട് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലസാനിയ ഷീറ്റ് നിരത്താം. ലസാനിയ ഷീറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും റെഡ് സോസ് സ്പ്രെഡ് ചെയ്യുക. റെഡ് സോസിന് മുകളിൽ വീണ്ടും വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്യുക. വീണ്ടും ലസാനിയ ഷീറ്റ് നിരത്തുക. ഷീറ്റിൻ്റെ മുകളിൽ റെഡ് സോസും വൈറ്റ് സോസും വീണ്ടും സ്പ്രെഡ് ചെയ്യുക. മുകളിൽ നിർത്താനും മാത്രം കുറച്ച് ഫില്ലിങ് മാറ്റി വെച്ചിട്ട് ഫില്ലിങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് മിൻസ് മീറ്റോ മിൻസ് സോസേജോ ഒക്കെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഫില്ലിങ്ങിന് മുകളിലായിട്ട് ചീസ് സ്ലൈസോ ഗ്രേറ്റഡ് മോസറല്ല ചീസോ ലാവിഷായിട്ട് സ്പ്രെഡ് ചെയ്യുക. ചീസ് നല്ല ലാവിഷായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ലസാനിയ ഷീറ്റ് സ്പ്രെഡ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റെഡ് സോസും വൈറ്റ് സോസും നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ബാക്കിയുള്ള ഫില്ലിങ് ഫുള്ളായിട്ട് ഏറ്റവും ടോപ്പിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി നന്നായി ചീസ് സ്പ്രെഡ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. വീഡിയോ കാണുമ്പോൾ ലസാനിയ ഉണ്ടാക്കുന്ന ഒരു വളരെ നീണ്ട പ്രോസസ്സായിട്ട് തോന്നും. എന്നാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഹോൾ മീലാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു മീലാണ് ലസാനിയ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.